ഇനി വിമാനയാത്രയ്ക്ക് ചിലവേറും. എയർ ഇന്ത്യയും ഇന്ധന സർചാർജ് കുത്തനെ കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ഇന്ധന വിലയിലുണ്ടായ വർധനവിനെ തുടർന്നാണ് നീക്കം. പുതിയ നിരക്ക് വർധനവ് അന്താരാഷ്ട്ര യാത്രക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. എയർ ഇന്ത്യയുടെ 8ന്റെ പണി ഇനി വിമാനയാത്രക്കാർക്ക് അധിക സാമ്പത്തിക ബാധ്യതയേൽക്കും. കാരണം അത്രത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ എയർ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതെ, ഇനി വിമാനച്ചെലവ് ചിലവേറും. എയർ ഇന്ത്യയും ഇന്ധന സർചാർജ് കുത്തനെ കൂട്ടിയിരിക്കുന്നു. വിമാനയാത്രക്കാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ സർചാർജ് വർധനവ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ ഇന്ധനവിലയിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. ഇന്ധനവില വൻ വർധനവാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ എയർ ഇന്ത്യയും സർചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര റൂട്ടുകളിൽ ദൂരത്തിനനുസരിച്ചുള്ള പുതിയ നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ ബാരലിന് $90.40 വിമാന ഇന്ധന വില. എന്നാൽ മാർച്ച് മാസമായപ്പോഴേക്കും 195 മുകളിലേക്ക് എത്തി. ഏകദേശം 100% വർധനവാണ് ഇന്ധനവിലയിൽ രേഖപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തന്നെയാണ് ഇന്ധന വിപണിയെ തകിടം മറിച്ചത്. നിലവിലെ വിലക്കയറ്റം വിമാന കമ്പനികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. നാളെ മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇതുവരെ ആഭ്യന്തര സർവീസുകളിൽ ഒരേ നിരക്കിലായിരുന്നു സർചാർജ് ഈടാക്കിയത്. എന്നാൽ ഇനി മുതൽ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധ വേണം. കാരണം യാത്രയുടെ ദൂരത്തിനനുസരിച്ചായിരിക്കും തുക നിശ്ചയിക്കുന്നത്. പുതുക്കിയ നിരക്കുകൾ പ്രകാരം 500 കിലോമീറ്റർ വരെയുള്ള ഹ്രസ്വദൂര യാത്രകൾക്ക് 299 രൂപയാണ് അധികമായി നൽകേണ്ടി വരിക. 501 മുതൽ 1000 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് 399 രൂപയും 1001 മുതൽ 1500 കിലോമീറ്റർ വരെ 549 രൂപയും സർചാർജ് ഇനത്തിൽ വരും. 1501 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ദീർഘദൂര ആഭ്യന്തര സർവീസുകൾക്ക് 749 രൂപയാണ് കൊടുക്കേണ്ടി വരിക. 2000 കിലോമീറ്ററിന് മുകളിലായുള്ള യാത്രകൾക്കാണ് ഏറ്റവും ഉയർന്ന സർചാർജ്. ഇതിനായി യാത്രക്കാർ ടിക്കറ്റ് നിരക്കിന് പുറമെ 899 രൂപ അധികമായി നൽകണം. ഓരോ സെക്ടറിനും സർചാർജ് ബാധകമാണെന്നതും ശ്രദ്ധേയമാണ്. അതായത് ഡൽഹിയിൽ നിന്ന് മുംബൈ വഴി ബംഗളൂരിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ 2 സെക്ടറുകൾ ഉള്ളതുകൊണ്ട് തന്നെ 2 തവണ സർചാർജ് നിങ്ങൾ നൽകേണ്ടി വരും. അന്താരാഷ്ട്ര യാത്രകൾക്കുള്ള സർചാർജിലും വലിയ മാറ്റങ്ങളുണ്ട്. അതായത് ഇനി യാത്രകൾക്ക് $24, ഏകദേശം 2232 രൂപ അധികം നൽകേണ്ടി വരും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് റൂട്ടുകളിൽ 4650 രൂപയും സിംഗപ്പൂരിലേക്ക് 5580 രൂപയുമാണ് നൽകേണ്ടത്. ചൈന, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് 9300 രൂപയും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഏകദേശം 12090 രൂപയുമാണ് അധികമായി നൽകേണ്ടി വരിക. കൂടാതെ യൂറോപ്പ്, UK എന്നിവിടങ്ങളിലേക്ക് ഏകദേശം 19065 രൂപയും സർചാർജ് ഇനത്തിൽപ്പെടും. ഒരാൾക്ക് ഒരു സെക്ടറിൽ ഏകദേശം 26040 വരെ നൽകേണ്ടി വരും. ഇനി മുതൽ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഇവിടെയാണ് ഏറ്റവും ഉയർന്ന തുക ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.